നമസ്കാരം. പണ്ട് കാലം മുതലേ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് ഒരു സ്ത്രീയെ പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ എന്ത് കാര്യത്തിനായിരിക്കും മുൻഗണന കൊടുക്കുന്നത്? ആ സ്ത്രീയുടെ കഴിവിനാണോ? അല്ലേ അല്ല. പുരുഷന്മാരുടെ കാര്യത്തിൽ കഴിവിനായിരിക്കും മുൻഗണന കൊടുക്കുന്നത്. എന്നാൽ സ്ത്രീയുടെ കാര്യത്തിൽ കഴിവിനല്ല മുൻഗണന കൊടുക്കുന്നത്. പകരം ആ സ്ത്രീയുടെ ശരീരം, സൗന്ദര്യം. ശരീരം കഴിഞ്ഞേ സൗന്ദര്യമുള്ളൂ. എത്രയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. അതിനുശേഷമേ കഴിവിനെ പരിഗണിക്കത്തുള്ളൂ. എന്നാൽ ഈ കാലഘട്ടത്തിൽ അതിന് കുറേയും കൂടി മാറ്റം വന്നിട്ടുണ്ട്. സ്ത്രീകൾ എല്ലാ മേഖലയിലേക്കും ഇറങ്ങി ചെല്ലാൻ തുടങ്ങിയതോട് കൂടിയിട്ട് ചില സ്ഥലങ്ങളിൽ കഴിവിന് പരിഗണന കൊടുത്തിട്ടാണ് സ്ത്രീകളെ എടുക്കാറുള്ളത്. എന്നാൽ മറ്റ് ചില സ്ഥലങ്ങളിൽ എനിക്ക് തോന്നുന്നു 60% ഏരിയകളിലും ഇപ്പോഴും ഇതേ പരിപാടിയാണ് തുടരുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി. അവിടെ എങ്ങനെയാണ്? സ്ത്രീയുടെ കഴിവിനാണോ ആദ്യം പരിഗണന കൊടുക്കുന്നത്? അല്ല. കഴിവുള്ള സ്ത്രീകളൊക്കെ തന്നെ പലപ്പോഴും ലൈംലൈറ്റിലേക്ക് എത്താറില്ല. പകരം നല്ല ശരീരഘടനയുള്ള, ശരീര വടിവുള്ള, നല്ല സൗന്ദര്യമുള്ള, എക്സ്പോസീവ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കാൻ തയ്യാറായിട്ടുള്ള, അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായിട്ടുള്ള സ്ത്രീകൾക്കായിരിക്കും കൂടുതലും പരിഗണന കൊടുക്കുന്നത്. അതങ്ങനെ തന്നെയാണ്. മലയാള സിനിമയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി സൗന്ദര്യം കൺസിഡർ ചെയ്യാറില്ല. പല നായികമാരെ നമുക്കറിയാം. മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന പല നായികമാരെ നമുക്കറിയാം. മലയാള സിനിമയിൽ കഴിവിന് നല്ല രീതിയിൽ പ്രാധാന്യം കൊടുക്കാറുണ്ട്. എന്നാലും മലയാള സിനിമയിലും ഈ പരിപാടിയുണ്ട്. പക്ഷേ ബാക്കിയുള്ള ഇൻഡസ്ട്രിയിലേക്ക് പോവാം, തമിഴ്, തെലുങ്ക്, അവിടെ എല്ലാം ഇങ്ങനെ തന്നെയാണ്. കഴിവിനേക്കാൾ കൂടുതൽ ആൾക്കാർ പരിഗണിക്കുന്നത് ഇതൊക്കെയാണ്. ഇപ്പം വേറൊരു ഉദാഹരണം പറയാം. ഏതെങ്കിലും ഒരു തമിഴ് സിനിമ അല്ലെങ്കിൽ തെലുങ്ക് സിനിമ, ഈ സിനിമയുടെയൊക്കെ ഇൻ ബിറ്റ്വീനായിട്ട് ഒരുപാട് പാട്ടുകൾ വരാറുണ്ട്. ഐറ്റം സോങ്ങും പാട്ടുകളും ഒക്കെ വരാറുണ്ട്. ഈ പാട്ടുകളിൽ നായികയും നായകനും ഡാൻസ് കളിക്കുമായിരിക്കും. നായകന്റെ വസ്ത്രം എങ്ങനെയായിരിക്കും? നല്ല രീതിയിൽ മൊത്തത്തിൽ കവർ ചെയ്ത വസ്ത്രമായിരിക്കും. എന്നാൽ നായികയുടെയോ അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിച്ചേക്കുന്ന വസ്ത്രമായിരിക്കും, ശരീരം മുഴുവൻ കാണുന്ന രീതിയിൽ. എന്തുകൊണ്ടാണ് നായികയ്ക്ക് അങ്ങനത്തെ വസ്ത്രവും നായകന് വേറെ രീതിയിലുള്ള വസ്ത്രവും? അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, നായികയുടെ ശരീരം കാണാനാണ് ആൾക്കാർ അവിടെ വന്നിരിക്കുന്നത്. എന്നാൽ ഇതിന് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ തന്നെ വിചാരിക്കണം. പലപ്പോഴും സ്ത്രീകൾ വിചാരിക്കുന്നില്ല. കാരണം കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ല എന്ന് സ്ത്രീകൾക്ക് അറിയാം. അങ്ങനെയാണ് ഈ സമൂഹം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. ഈ സമൂഹം ബിൽഡ് ചെയ്ത് വന്നേക്കുന്നതേ അങ്ങനെ തന്നെയാണ്. സ്ത്രീകളെ പണ്ട് കാലം മുതലേ കഴിവിന്റെ അടിസ്ഥാനത്തിലല്ല പരിഗണിക്കുന്നത്, ഈ വസ്തുക്കളുടെയും ഈ ഫാക്ടേഴ്സിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്. എന്ത് ചെയ്യാനാണ്? ഇനി സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്. ആ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഈ പെൺകുട്ടി നല്ല കഴിവുള്ള പെൺകുട്ടിയാണ്. അഭിനയിക്കാനും പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ കഴിവുള്ള പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഇൻസ്റ്റഗ്രാമിൽ നല്ല രീതിയിൽ ഡാൻസ് കളിച്ച് ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു. ആ വീഡിയോയുടെ തൊട്ടപ്പുറത്ത് കുറച്ച് എക്സ്പോസീവ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ച് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. ഏത് വീഡിയോയ്ക്കായിരിക്കും കൂടുതൽ കമൻറ്റ്, കൂടുതൽ ലൈക്ക്, കൂടുതൽ വ്യൂസ്? അഫ്കോഴ്സ് എക്സ്പോസീവ് ആയിട്ടുള്ള വസ്ത്രമിട്ട വീഡിയോയ്ക്കായിരിക്കും. കഴിവ് പ്രദർശിപ്പിക്കുന്ന വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ മൊത്തം നന്നായിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അതിന് വ്യൂസ് കാണും, ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ അതിനേക്കാട്ടിൽ വ്യൂസും അതിനേക്കാട്ടിൽ കൂടുതൽ ഷെയറും ഉള്ളത് അപ്പുറത്തെ വീഡിയോയ്ക്കായിരിക്കും. പിന്നെ ആ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ കുറെ നന്മമരങ്ങൾ വന്ന് ഉപദേശം കൊടുക്കും. എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ ധരിക്കുന്നേ? എന്തിനാ നിങ്ങൾ കാണാൻ വരുന്നേ? അങ്ങനെ കാണാൻ ആളുള്ളത് കൊണ്ടല്ലേ അവരങ്ങനെ വസ്ത്രം ധരിച്ചിടുന്നത്. അപ്പോൾ ഈ പരിപാടിയെ മുതലെടുത്ത് വേറെ ചില സ്ത്രീകൾ ഇറങ്ങിയിട്ടുണ്ട്. എക്സ്ക്ലൂസീവ് കണ്ടന്റുമായിട്ട്, പെയ്ഡ് കണ്ടന്റ്. യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. പൈസ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ലൈവ് ഒക്കെ വരുന്ന, അല്ലെങ്കിൽ പൈസ കൊടുത്ത് മാത്രം കാണാൻ പറ്റുന്ന കോണ്ടന്റ് ഇടുന്ന സ്ത്രീകളെ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ആ ഒരു മേഖലയിലേക്ക് വേറൊരു സ്ത്രീയും കൂടി ഇറങ്ങിയിട്ടുണ്ട്. ആ സ്ത്രീ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും. വൈബർ ഗുഡ് ദേവു എന്നാണ് ഇൻസ്റ്റഗ്രാം ID. ബിഗ് ബോസിലൊക്കെ വന്നതാണ്. ബിഗ് ബോസ് സീസൺ 5 ഒരു മത്സരാർത്ഥിയാണ്. ആദ്യം തന്നെ ഔട്ടായി പോയതാണ്. നല്ല മത്സരം കാഴ്ചവെച്ചത് കൊണ്ട് തന്നെ ആദ്യമേ ഔട്ടായി പോയതാണ് ഈ വൈബർ ഗുഡ് ദേവു. ശ്രീദേവി എന്നാണ് അവരുടെ റിയൽ നെയിം. അപ്പം അവർ ആദ്യമൊക്കെ ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള വീഡിയോസ് ആയിരുന്നു ഇട്ടിരുന്നത്. റിയൽ വീഡിയോ ഇടാറുണ്ട്, പിന്നെ മോട്ടിവേഷണൽ വീഡിയോയും റിയാക്ഷൻ വീഡിയോസും ഒക്കെ ഇടാറുണ്ട്. പുള്ളിക്കാരിക്ക് ഒരു യൂട്യൂബ് ചാനലും ഉണ്ട്. എന്നാൽ ഇപ്പൊ വന്ന് കഞ്ഞു കുടിക്കാൻ വകയില്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല, ഇപ്പൊ എക്സ്ക്ലൂസീവ് പെയ്ഡ് കണ്ടന്റുമായിട്ട് ഇറങ്ങിയേക്കുവാണ് പുള്ളിക്കാരി. മാസം 200 രൂപയും 500 രൂപയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിയുടെ ഹിഡൻ ആയിട്ടുള്ള, അൺസീൻ ആയിട്ടുള്ള പല കാര്യങ്ങളും കാണാമെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ഈ ഹിഡൻ ആയിട്ടുള്ള, അൺസീൻ ആയിട്ടുള്ള എന്ത് കാര്യം? അത് കാണുന്നവർക്ക് അറിയാമായിരിക്കും, എനിക്കറിയത്തില്ല എന്താണ് ഈ അൺസീൻ ആയിട്ട് കാണിക്കുന്നതെന്ന്. വളരെ മോശമാണ്.
എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ മേഖലയിലേക്കൊക്കെ ഇറങ്ങുന്നത് ഇവര്? അവർക്കൊരു പെൺകുട്ടി ഉള്ളതാണ്, ഒരു മോളുള്ളതാണ്. ഈ ബിഗ് ബോസിൽ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ആദ്യം തന്നെ ഔട്ടായിട്ട് വെളിയിൽ വന്നപ്പോൾ പുള്ളിക്കാരി ഒരു ഇന്റർവ്യൂ കൊടുത്തു. ഈ ഇന്റർവ്യൂവിൽ പുള്ളിക്കാരി പറയുന്നുണ്ട്, എനിക്കൊരു മോളുള്ളതാണ്, ഈ റൂമേഴ്സും ഈ കാര്യങ്ങളൊക്കെ എൻ്റെ മോളെ ബാധിക്കത്തില്ലേ? ആ ഇന്റർവ്യൂവിന്റെ ചെറിയൊരു ഭാഗം ഞാൻ കാണിച്ചു തരാം. ഫാൻസിന്റെ ഭാഗത്തുനിന്ന് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. ഗ്രൂപ്പിന്റെ ഭാഗത്ത് നല്ല രീതിയിൽ PR ഗ്രൂപ്പ് അത് അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിപ്പോ. കാരണം അങ്ങനെയാണ് എനിക്ക് കമന്റ്സിനും മറ്റു കാര്യങ്ങളും കിട്ടുന്നത്. അത് ഏറ്റവും കൂടുതൽ ട്രിഗർ ആയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ പറഞ്ഞോട്ടെ, വിഷയമില്ല, ഞാൻ ഒരു കണ്ടസ്റ്റന്റ് ആണ്, എന്നെ പറഞ്ഞോട്ടെ, അതെന്റെ മുകളിലോട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. അവളെ ഒരു ഹോസ്പിറ്റൽ സിറ്റുവേഷനിലേക്ക് പോണ വരെ ഈ ഒരു കമന്റ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അത് എനിക്ക് തമാശയായിട്ട് തോന്നുന്നില്ല, മനസ്സിലായോ? അതിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാതെ 24/7 നടക്കുന്ന ഒരു സംഭവത്തിന്റെ കുറച്ച് പോർഷൻസ് കണ്ടിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ ലൈവ് ആണെങ്കിലും ഒരിടത്ത് ഒരു കാര്യം ലൈവ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ വേറെ നടക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും കാണാതെ പർപ്പസ്ഫുള്ളി ദേവു വേണ്ട എന്നുള്ള രീതിയിൽ, ലൈക്ക് എന്റെ വീക്ക്നെസ്, അതായത് എന്റെ മോളെ കൂടി വലിച്ചിടുന്ന രീതിയിൽ അവളെ ഒരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ ആൾക്കാർ കളിക്കുന്നുണ്ട്. അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കേട്ടല്ലോ, എൻ്റെ മോളെ ഇത് ബാധിക്കും, എൻ്റെ മോളുടെ സ്കൂളിലേക്ക് ഇത് ചെല്ലും, മോൾക്കത് അപമാനമാണ്. അന്ന് ഭയങ്കര വലിയ രീതിയിലുള്ള നന്മമരം ചമഞ്ഞാണ് പുള്ളിക്കാരി സംസാരിച്ചത്. പക്ഷേ ഇപ്പോൾ ഇതുപോലെ ശരീരത്തിലെ ഹിഡൻ ആയിട്ടുള്ള അൺസീൻ ആയിട്ടുള്ള ഭാഗങ്ങൾ വിൽക്കുക എന്ന് തന്നെ പറയാം, അങ്ങനെ തന്നെ പറയാം. അത് പെയ്ഡായിട്ട് കൊടുക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? വിൽക്കുക എന്ന് തന്നെ പറയാം. ശരീരത്തിൽ ആരും കാണാൻ പാടില്ലാത്ത ഹിഡൻ ആയിട്ടിരിക്കുന്ന ഭാഗങ്ങളൊക്കെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുക, അതിന് പൈസ വാങ്ങിക്കുക. അതിന് തെറ്റില്ലേ? അത് മോൾ അറിഞ്ഞാൽ കുഴപ്പമില്ലേ? അത് മോൾക്ക് അപമാനമല്ലേ? അത് മോളുടെ സ്കൂളിൽ അറിഞ്ഞു കഴിഞ്ഞാൽ മോളെ കുറിച്ചിട്ട് സ്കൂളിലുള്ള ആൾക്കാർ എന്തുമായിരിക്കും പറയുന്നത്? അമ്മ ഇങ്ങനത്തെ പരിപാടി ചെയ്യുന്നില്ലേ എന്ന് മോളോട് ചോദിക്കാറില്ലേ? അത് തെറ്റല്ലേ? എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യമാണ്, അത് തെറ്റല്ലേ? തെറ്റാണ്. എന്തിനാ ഈ മേഖലയിലേക്കൊക്കെ ഇറങ്ങുന്നത്? ഈ കാര്യത്തിൽ പുള്ളിക്കാരി തെറ്റുകാരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരി തെറ്റുകാരിയാണ്. നമ്മുടെ സമൂഹവും തെറ്റുകാരാണ്. ഈ കാര്യത്തിൽ 50-50%, 50-50 ആണ്. കാരണം സമൂഹത്തിന്റെ ഒരു വേ ഇങ്ങനെയാണ്, സമൂഹം ഇങ്ങനെയാണ്. ഇത് കാണാൻ ആളുള്ളത് കൊണ്ടാണ് പുള്ളിക്കാരി ഇത് വിൽക്കുന്നത്. അപ്പോൾ വിൽക്കുന്ന പുള്ളിക്കാരിയും തെറ്റുകാരിയാണ്, വാങ്ങിക്കുന്ന ആൾക്കാരും തെറ്റുകാരാണ്. ഇവിടെ ആരെ കുറ്റം പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ കുറ്റം പറയുക പുള്ളിക്കാരിയായിരിക്കും. കാരണം പുള്ളിക്കാരി ഈ സമൂഹം ഇങ്ങനെ ഫോളോ ചെയ്ത് വന്ന ആ ഒരു വേയിലേക്ക് കീഴ്പ്പെട്ടു പോയി. ഇങ്ങനെ മാസം 500 രൂപയ്ക്കൊക്കെ തൻ്റെ ശരീരത്തിലെ ഹിഡൻ ആയിട്ടുള്ള അൺസീൻ ആയിട്ടുള്ള ഭാഗങ്ങൾ വീഡിയോസ് ആയിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വാങ്ങിക്കാൻ ആളുണ്ട്, അങ്ങനെ വിറ്റ് ജീവിക്കുക. അത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ് അല്ലേ, അത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടമല്ലേ എന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്ത് വൃത്തികേടായിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഇഷ്ടം പോലെ വേറെ പരിപാടിയുണ്ട്, പൈസ ഉണ്ടാക്കാൻ വേറെ ഒരുപാട് പരിപാടികളുണ്ട്. ഇപ്പൊ ഈ പുള്ളിക്കാരിയെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഫോളോ ചെയ്ത ആൾക്കാർ ആ പുള്ളിക്കാരിയുടെ മോട്ടിവേഷൻ ടോക്കും പുള്ളിക്കാരിയുടെ റിയാക്ഷൻ ചാനലും ഒക്കെ കണ്ടിട്ടായിരിക്കും ഫോളോ ചെയ്തത്. എന്നിട്ട് അവരെയും കൂടി പറ്റിക്കുന്ന പരിപാടിയല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 500 രൂപ കൊടുത്തിട്ടുള്ള ഈ അൺസീൻ ആയിട്ടുള്ള ഹിഡൻ ആയിട്ടുള്ള വീഡിയോ കാണാൻ ചിലപ്പോൾ 18 വയസ്സിന് താഴെയുള്ള ആൾക്കാരായിരിക്കും പോകുന്നത്. അവരെ ഇത് അഫക്റ്റ് ചെയ്തില്ലേ? അപ്പൊ ഇതിനെക്കാട്ടും തെറ്റായിട്ടുള്ള വേറെ ഒരു കാര്യം ഇല്ലാന്ന് ചേച്ചി മനസ്സിലാക്കുക, ശ്രീദേവി ചേച്ചി മനസ്സിലാക്കുക. പിന്നെ അതൊക്കെ പുള്ളിക്കാരിയുടെ ഇഷ്ടം, പുള്ളിക്കാരിയുടെ ചോയ്സ്, എല്ലാം സമ്മതിക്കുന്നു. പക്ഷേ ഈ കാര്യത്തിൽ പുള്ളിക്കാരി തെറ്റുകാരി തന്നെയാണ്. പുള്ളിക്കാരി മാത്രമല്ല, നമ്മുടെ സമൂഹവും തെറ്റുകാർ തന്നെയാണ്. അപ്പൊ ഈ സമൂഹത്തിന്റെ ഈ ഒരു കാര്യം മാറ്റണമെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ തന്നെ അതിന് വിചാരിക്കണം. തങ്ങളുടെ ശരീരത്തെയും തങ്ങളുടെ സൗന്ദര്യത്തെയും മാത്രം പരിഗണിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ തല താഴ്ത്തി കൊടുക്കില്ല എന്ന് സ്ത്രീകൾ വിചാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എത്രയെത്ര കഴിവുള്ള സ്ത്രീകളുണ്ട് ഈ കാര്യങ്ങൾക്കൊന്നും അടിമപ്പെടാതെ സമൂഹത്തിൽ ഉയർച്ചയിലേക്ക് എത്തിയ എത്രയെത്ര സ്ത്രീകളെ നമുക്ക് കാണാൻ സാധിക്കും. എന്ത് പറയാനാന്ന് പറ. ചിരിച്ചു തള്ളാൻ ഉള്ളൊരു കാര്യമല്ല, ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പുള്ളിക്കാരി ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയത് എന്തുകൊണ്ടാണ്? പുള്ളിക്കാരിക്ക് പൈസ കിട്ടാത്തത് കൊണ്ടാണോ? ജീവിക്കാൻ വേറെ വഴിയില്ലാത്തത് കൊണ്ടാണോ? ഹിഡൻ ആയിട്ടുള്ള അൺസീൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ. കഷ്ടം.